ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ കല്യാണി ജഡ്ജിക്ക് മുൻപിൽ നിന്ന് പറയുകയാണ്, യുവർ ഓണർ, ഞാൻ തല്ലിയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ കാരണങ്ങളും ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നെപ്പോലെ 2 പെൺകുട്ടികളുടെ ജീവിതം തകർത്തവൻ, അങ്ങനെയുള്ളവർ നടു റോട്ടിൽ വെച്ച് കാണുമ്പോൾ എന്താ മാഡം ചെയ്യേണ്ടത്? തല്ലുകയല്ലേ? ഞാനായതുകൊണ്ട് തല്ലി. ഇതേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളെ തല്ലിക്കൊന്നു തന്നെയായിരുന്നു. വീട്ടിൽ കയറി മോഷ്ടിച്ചോട്ടെ, പ്രശ്നമില്ല, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. പക്ഷേ വീട്ടിൽ കയറി മോഷ്ടിച്ചതും പോരാണ്ട് ആ വീട്ടിലെ ഗൃഹനാഥനെ തല്ലി പരിക്കേൽപ്പിക്കുക, അവരെ കോമാ സ്റ്റേജിലെത്തിക്കുക, അവരുടെ ജീവൻ ഗുരുതരാവസ്ഥയിലാക്കുക, ഇതൊക്കെ ഇയാൾ ചെയ്ത തെറ്റിന് മേലെയുള്ള ശിക്ഷയാണ് യുവർ ഓണർ. ഇയാൾക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. അതും കഴിഞ്ഞ് ഞാൻ ചെയ്തതും തെറ്റാണ്, എനിക്കും ശിക്ഷ തരണമെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ തന്നോ, എനിക്കതിലൊരു പ്രശ്നമില്ല യുവർ ഓണർ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മേടിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവനൊരിക്കലും ശിക്ഷ കിട്ടാതിരിക്കരുത്. ഇയാൾക്കും ശിക്ഷ വിധിക്കണം യുവർ ഓണർ. ഇയാളും ശിക്ഷ അനുഭവിക്കണം. വയസ്സായവരെയോ നടക്കാൻ പോലും വയ്യാത്തവരെയോ പോലും മനസ്സിൽ കാണാതെയും മനസാക്ഷിയില്ലാതെയും ഇവനും ഇവൻ്റെ കൂട്ടുകാരും ചേർന്ന് ചെയ്യുന്ന കുറ്റങ്ങളുണ്ടല്ലോ, ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് യുവർ ഓണർ. ഇവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുവർ ഓണർ, ഒരമ്മയുടെ, വയസ്സായ അമ്മയുടെ, അതും നടക്കാൻ പോലും കഴിയാത്ത അമ്മയുടെ കഴുത്തിൽ നിന്ന് മാല വലിച്ചു പൊട്ടിച്ച് ആ അമ്മയെ ചവിട്ടി തള്ളി തെറിപ്പിച്ച് റോട്ടിലേക്ക് ഇട്ടൊത്ത് മുങ്ങിയവനാണവൻ യുവർ ഓണർ. അത് പറഞ്ഞല്ലോ, അത് വെറും കള്ളക്കേസായിരുന്നു. ആ ദേവകിയമ്മ ഇവിടെ വന്ന് മൊഴി തള്ളുകയും ചെയ്തതാ. അത് ശരണയ്ക്ക് ഇവനോട് ചെയ്യാനുള്ള പ്രതികാരം കൊണ്ടായിരുന്നു ദേവകിയമ്മ അങ്ങനെ ഒരു മൊഴി കൊടുത്തത്. അല്ലാതെ ഇവൻ തെറ്റുകാരനല്ല എന്ന് ആ അമ്മയ്ക്ക് ഇവൻ തെറ്റുകാരനാണെന്ന് ആ അമ്മയ്ക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുമോ, ഈശ്വര എന്തായിരിക്കും വിധി? യുവർ ഓണർ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അയാളെ തല്ലിയിട്ടുണ്ട്, അതിൻ്റെ കാരണങ്ങൾ ഞാൻ വ്യക്തമാക്കി. ഇനി കോടതിക്ക് എന്നെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം, ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ പോയിരുന്നതും പ്രോസിക്യൂട്ടറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ജഡ്ജി ചോദിക്കുകയാണ്. ഇല്ല യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് അയാളും അവിടെ ഇരുന്നു. അങ്ങനെ ജഡ്ജി കുറേ നേരം എന്തൊക്കെ എഴുതി കുത്തിയതിന് ശേഷം ജഡ്ജി വിക്രത്തിന് ശിക്ഷ വിധിക്കുകയാണ്. അത് കേട്ടതും പ്രകാശനാകെ തകർന്നു പോയി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മോന് ശിക്ഷ നൽകുന്നതെന്ന് പ്രകാശൻ ചോദിച്ചെങ്കിലും ജഡ്ജി പറഞ്ഞു, കല്യാണി എന്ന് പറയുന്ന ഈ പെൺകുട്ടി വിക്രത്തെ തല്ലിയതിന് തെളിവുകളുണ്ട്, സാക്ഷികളുമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്നവൻ ശരണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതും ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ അടിച്ച് പരിക്കേൽപ്പിച്ചതും അത് കഴിഞ്ഞ് ആ പെൺകുട്ടി അവൻ്റെ മുഖം മൂടി വലിച്ചു മാറ്റിയതും അതിൽ വിക്രത്തിൻ്റെ മുഖം വ്യക്തമായിട്ടുമുണ്ട്. ഞങ്ങളത് കണ്ട് വ്യക്തമാക്കിയതാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഈ വിധി ഇന്നിവിടെ നടപ്പാക്കുകയാണ്, വിക്രത്തിന് ജയിലിലിടാനുള്ള വിധി എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറയുക. ഈ സമയം കിരണും കല്യാണിയൊക്കെ പരസ്പര സന്തോഷത്തോടെ അങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയാണ്. ശരണ്യക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ, ഇനി എന്ത് ചെയ്യും, സമാധാനമായില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെ ഇട്ട് കുലുക്കിക്കൊണ്ടിരിക്കുക പ്രകാശൻ. അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഇതൊക്കെ കള്ളക്കേളുകളാ, ആ CCTVയിൽ കണ്ടത് മുഴുവനും കള്ളത്തരങ്ങളാ. അത് കേട്ടതും വേണ്ട, മിണ്ടിപ്പോകരുത്, നീ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് കരുതിയല്ലേ? എടാ, നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, അതുറപ്പാ. പക്ഷെ CCTVയിൽ നിൻ്റെ മുഖം കണ്ടത് കള്ളത്തരമാണെന്ന് നീ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിക്രം. നീ ചെയ്തതൊന്നും ശരിയായ കാര്യങ്ങളല്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാനും എൻ്റെ അമ്മയും ഓരോ ദിവസം കഴിഞ്ഞു കൂടിയത് നിനക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം നുറുക്കുന്നതാ. ഹൃദയം തകർന്നു പോകുന്ന വേദനയുണ്ടടാ. നീ ചെയ്തതിനൊന്നും നിനക്ക് എന്ത് ഇനി ചെയ്യുക? പുറംലോകം കാണാൻ പറ്റുമോടോ നിനക്ക്? ആ കല്യാണി എന്ന് പറയുന്നവൾ ഇത്രയും തെളിവുകൾ കൊണ്ടുവന്ന് നിൻ്റെ മുന്നിൽ നിർത്തി നീയാണ് തെറ്റുകാരനെന്ന് അവൾ തെളിയിച്ചു. അതുപോലെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ നിനക്ക് പറ്റിയോടാ? നീ കഴിവുകെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ വിക്രത്തിനെ കുറേ കുറ്റപ്പെടുത്തിയിട്ട് പുറത്തേക്ക് പോയിരിക്കുക. ഈ സമയം പോലീസുകാർ വന്ന് വിക്രത്തിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചതും കല്യാണിയും വിക്രമും കൂടെ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഇനി ആരും വരില്ല. ഒരു പ്രാവശ്യം നീ ഇതുപോലെ കോടതിയിൽ വന്ന് നിന്നതാ. അന്നേരം നിനക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് നിനക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നില്ല. പക്ഷേ ഇനി നിനക്കതിന് കഴിയില്ലടാ. നീ തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും നിൻ്റെ അടുത്തേക്ക് വരും, നിന്നെ നോക്കി വിരൽ ചൂണ്ടും. എന്തായാലും നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും
നിനക്കെതിരായിട്ട് തന്നെ തിരിഞ്ഞു. സ്നേഹിച്ചില്ലേടാ, നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേ നിൻ്റെ അച്ഛനും അമ്മമ്മയും കൂടെ ചേർന്ന്. എന്നിട്ടും അവർക്ക് വേണ്ടിയെങ്കിലും നീ ജീവിച്ചോ? ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നീ ജോലിയെടുത്ത് അവരെ നോക്കിയിരുന്നെങ്കിൽ അവർക്ക് അഭിമാനത്തോടെ പറയായിരുന്നു തൻ്റെ മോൻ ജോലിയെടുത്ത് തന്ന പൈസ കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന്. പക്ഷെ അതുപോലും ചെയ്യാതെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി മോഷ്ടിച്ച് അവരുടെ കുടുംബത്തിൽ ഉള്ളവ ഗ്രഹനാഥന്മാരെ അടിച്ച് പരിക്കേൽപ്പിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് നീ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? എത്ര ഈസി ആയിട്ടാടാ നീ പെണ്ണുങ്ങളെ ഇങ്ങനെ എല്ലാ കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മോഷ്ടിക്കാൻ കയറുമ്പോൾ മറ്റുള്ളവരുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുക, കൊലപാതക കുറ്റം വരെ നിൻ്റെ തലയിലുണ്ട്. എന്തായാലും നിനക്കിനി പുറലോകം കാണാൻ പറ്റില്ലടാ. അച്ഛനുണ്ട്, അച്ഛൻ മകനാണ് എല്ലാം, മകനാണ് ചക്രവർത്തി, മകനാണ് രാജാവ്, മകനാണ് തനിക്ക് എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നടന്ന ആ അച്ഛൻ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിന്നെ പോലെയുള്ളവരുത്തനെയൊക്കെ ഓലയ്ക്ക് കടിച്ച് വളർത്തണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യാതെ ഉള്ളം കൈ കൊണ്ട് നടന്നു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറയുകയാണ്. അത് കേട്ടത് വിക്രം കല്യാണിയെ തുറച്ചു നോക്കുക. എന്താടാ നോക്കുന്നേ? നീ നോക്കുമൊന്നും വേണ്ടടാ, നീ നോക്കിയാലൊന്നും എൻ്റെ കല്യാണി പേടിക്കൊന്നുമില്ല. എന്താ കണ്ടില്ലേ, 3ാം ക്ലാസ് വരെയും പഠിപ്പിച്ചിട്ട് അവിടെ വെച്ച് അവളുടെ പാഠപുസ്തകങ്ങളും സ്ലേറ്റുകളും അടുപ്പിലിട്ട് കൊടുത്ത് നിൻ്റെ അച്ഛൻ വരും എന്നും വായ പൊളിച്ചിരുന്നു കല്യാണിയുടെ വാദം കേൾക്കാനായിട്ട് എന്നും പറയുക. ഈ സമയം എല്ലാവരും ഇങ്ങനെ കളിയാക്കൊണ്ടിരിക്കുമ്പോൾ വിക്രത്തിനെയും കൂട്ടി പോലീസുകാരങ്ങ് പോവുകയാണ്. അപ്പോൾ സ്വാമിനാഥൻ വക്കീൽ, കല്യാണി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കരുതിയില്ല ഇന്നത്തെ ദിവസം കല്യാണി ജയിക്കുമെന്ന്. കാരണം എതിർഭാഗം വക്കീൽ അതുപോലെയല്ലേ സംസാരിച്ചത്. കല്യാണിക്കെതിരെയുള്ള സാക്ഷികളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ അത് കഴിഞ്ഞും കല്യാണിയുടെ പെർഫോമൻസ് തളരാതെ പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് ഇന്ന് വിജയത്തിലേക്ക് എത്തിയത്. ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് വക്കീലും പോവുകയാണ്. ഈ സമയം പ്രകാശൻ അവിടെ കോടതിക്ക് വെളിയിലിരുന്ന് ഭയങ്കര കരച്ചില. കരഞ്ഞ് ആകെ അവശനായി നിന്നുകൊണ്ട് പ്രകാശൻ ആലോചിക്കുകയാണ്. മകൻ ജനിച്ചതും മകനെ അന്ന് മുതൽ വളർത്തിയ കഥകളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് എണ്ണി ആലോചിക്കുക. അവനൊരു കുറവുമില്ലാതെയല്ലേ വളർത്തിയത്. ഉണ്ണാൻ നല്ല പാത്രം, അതിൽ നല്ല ഭക്ഷണം, നല്ല എന്താ പറയുക, നല്ല ഡൈനിങ് ടേബിൾ, നല്ല ചെയർ, നല്ല ബെഡ്ഷീറ്റ്, കിടന്നുറങ്ങാൻ, അങ്ങനെ എല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കണം. ഉടുക്കാൻ നല്ല വസ്ത്രങ്ങൾ, പഠിക്കാൻ നമ്പർ 1 ബാഗ്, നമ്പർ 1 പുസ്തകം, നമ്പർ 1 എല്ലാം നമ്പർ 1. ജോലിയില്ല കൂലി ഇല്ലാതിരുന്നിട്ടും എല്ലാം നമ്പർ 1 ആയിട്ട് എൻ്റെ മോന് മേടിച്ചു കൊടുത്തു. അവൻ നന്നായിട്ട് പഠിക്കണമെന്ന് കരുതി. പക്ഷേ അവനൊരു പെരുങ്കള്ളനായി മാറിപ്പോയല്ലോ. അവനൊരു പെരുങ്കള്ളനാക്കിയതാണ്. ആക്കിയതാണ്. അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അവനെപ്പോലെ ഒരു കള്ളനാണല്ലോ എൻ്റെ മകനെന്ന് ഓർക്കുമ്പോൾ ചങ്ക് നിന്ന് പോവുക, ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നത് പോലെ തോന്നുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രത്തിനെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു. വിലങ്ങ് വെച്ച് വരുന്ന വിക്രത്തെ കണ്ടതും പ്രകാശന് സഹിക്കാനായില്ല. ഇരുന്നോടത്ത് നിന്ന് പ്രകാശൻ ചാടി എഴുന്നേറ്റു. അതിനുശേഷം പതുക്കെ എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനുശേഷം ചോദിച്ചു, എന്തിനായിരുന്നു നീ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? നീ ഒരിക്കലും ഒരു മോഷ്ടാവല്ല എന്ന് ഞാൻ കരുതി. മറ്റുള്ളവരെ നീ ദ്രോഹിക്കില്ല എന്ന് ഞാൻ കരുതി. എന്തുകൊണ്ടെന്നറിയാമോ? നിന്നെ ഞാൻ അതുപോലെയല്ലേടാ വളർത്തിയത്. മറ്റു 2 പെൺമക്കൾക്കും ഒരു സുഖ സൗകര്യങ്ങളും നേടിക്കൊടുക്കാതെ നിനക്ക് വേണ്ടി മാത്രമെല്ലാം ചെയ്തു. ആൺമക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലെ ഒരുത്തനെ സ്നേഹിക്കാൻ കൊള്ളില്ലായിരുന്നു. മക്കളെ ശിക്ഷണം കൊടുത്ത് വളർത്തണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെ ശിക്ഷിച്ചിട്ടില്ല. നീ എന്ത് തെറ്റ് ചെയ്താലും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതിനൊക്കെയുള്ള ശിക്ഷയാണോടാ നീ എനിക്കും എൻ്റെ അമ്മയ്ക്കും തന്നത്? ഇതറിഞ്ഞ ആ പാവൻ ചങ്കു പൊട്ടി മരിക്കും. എന്നിട്ട് പോലും ഞാനിതൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങളുടെ കൊച്ചുമോൻ ജയിലിലേക്ക് പോയി എന്ന് ഞാൻ അവരോടും പറഞ്ഞ അവരെങ്ങനെ സഹിക്കൂടാ വിക്രമേ? നീ ചാക്, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ചത്തുപോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കുറേ തല്ലി വിക്രത്തിനെ ഒരു വഴിയാക്കി. അപ്പോഴേക്കും പോലീസുകാർ, ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ കൊടുക്കണ്ട. ആയ കാലത്ത് മകനെ നന്നായിട്ട് വളർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കോടതിക്ക് മുൻപിൽ കിടന്ന് കരയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞങ്ങൾക്കല്ലെങ്കിൽ നേരത്തെ അറിയായിരുന്നു. കല്യാണി എന്ന് പറയുന്ന നല്ലൊരു പെൺകുട്ടിയുടെ പേരിൽ ഇവൻ പരാതി കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാ ഇവൻ എന്തായാലും പിടിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് ഞാനിവന് കുറച്ച് മുന്നേ കരുതി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ. അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാർ വിക്രത്തെ കൂട്ടി അങ്ങ് പോകല്ലേടാ, എൻ്റെ പൊന്നുമോനെയും കൊണ്ട് പോകല്ലേ ഈശ്വര, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ, എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ ഇങ്ങനെ ചങ്ക് പൊട്ടി കരയുക. ഈ സമയം കല്യാണിയും
സോണിയും പിന്നെ കിരണും ഒക്കെ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും പ്രകാശിൻ്റെ തളർച്ച കണ്ടിട്ട് വിക്രം അങ്ങോട്ട് ചെന്നു. എടോ, ഇനിയെങ്കിലും തൻ്റെ മകൻ മകനെ ഒന്ന് മനസ്സിലാക്ക്. അവനൊരു പെരും കള്ളനാണ്. അവനങ്ങനെ ആകാൻ കാരണക്കാരൻ താനാണ്. താൻ ഒറ്റൊരുത്തൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. താനൊന്നും ചെയ്യണ്ട. താൻ അവന് കൊടുത്ത സ്നേഹം കാരണമാണ് അവനിങ്ങനെ ആയിപ്പോയത്. അവൻ എന്ത് ചെയ്താലും അവനെ ശിക്ഷിക്കാനോ അവനോട് ചോദിക്കാനോ ആൾക്കാരില്ല എന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അവരെ ദ്രോഹിക്കുന്ന ഒരു പാപിയായ മകനാണ് തനിക്കുള്ളത്. അതുകൊണ്ട് അവൻ അനുഭവിക്കട്ടെ, ജയിലിൽ കിടന്ന് അനുഭവിക്കട്ടെ. ഇനിയെങ്കിലും പെൺമക്കളുടെ മഹത്വം എന്താണെന്ന് താൻ മനസ്സിലാക്കണോ? അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരും 3 പേരും അവിടെ നിന്നും പോയി. അവർ 3 പേരും പോയി കഴിഞ്ഞതും വക്കീൽ വരികയാണ്. വക്കീൽ പ്രകാശനോട്, എൻ്റെ പ്രകാശ, ഇതുപോലൊരു മകൻ തനിക്കുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഈ മകനെ കൊണ്ട് താൻ ഒരുപാട് കണ്ണീര് കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. എടോ, ഇപ്പം തന്നെ അവൻ ജയിലിന് പോയതിന് കാരണം തെളിവുകളാണ്. എന്നിട്ടും ആ തെളിവുകൾ തെറ്റാണെന്ന് ഞാൻ കോടതിയെ ധരിപ്പിക്കാൻ നോക്കി. പക്ഷെ പറ്റിയോ? എന്താ അവിടെ സംഭവിച്ചത്? അപ്പോഴും കല്യാണി എന്ന് പറയുന്ന മിടുക്കിയായ പെൺകുട്ടി ആ തെളിവുകൾ അവിടെ വെച്ച് നിരത്തി എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് താനും കണ്ടതല്ലേ. ഞാൻ പരമാവധി തൻ്റെ മോനെ രക്ഷിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ മാപ്പില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ കോടതി അവനെ തെറ്റ് ഇതാക്കിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതി അവന് മാപ്പ് കൊടുത്തു എന്ന് തന്നെ പറയാം. മാപ്പ് കൊടുത്തില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലൊരു മകൻ തനിക്ക് വേണോടോ? ഈ വയസ്സാം കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആ മകനെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ച് നടന്നിരുന്ന ആളല്ലേ താൻ. ഇപ്പോൾ എന്തായി? മക്കളെ എത്ര മക്കളുണ്ടെങ്കിലും അത്രയും മക്കളെ ഒരേപോലെ കാണണം. 10 പേരുണ്ടെങ്കിൽ 10 പേരെയും ഒരുപോലെ കാണണം. ചിലപ്പോൾ 10 പേരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല. എന്നാലും അവരെല്ലാവരും സ്നേഹിക്കണം. ആരാണ് വയസ്സാം കാലത്ത് അവസാന കാലത്ത് നമുക്ക് വെള്ളം തരുന്നതെന്ന് പറയാൻ പറ്റില്ല പ്രകാശ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് പ്രകാശന് നെഞ്ചത്തൊരു വേദന, നെഞ്ചുവേദന കൊണ്ട് പൊളഞ്ഞു പ്രകാശൻ അവിടേക്ക് തളർന്നു വീണു. പ്രകാശ എഴുന്നേക്ക് പ്രകാശ എന്നും പറഞ്ഞുകൊണ്ട് വക്കീലും മറ്റുള്ളവരൊക്കെ കൂടെ ആംബുലൻസ് വിളിച്ച് പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെ, ആകെ തളർന്ന് അവശനായി പ്രകാശൻ അവിടെ ഹോസ്പിറ്റലിലേക്ക് കിടക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ മൊത്തത്തിൽ വേദനിച്ചു പോകുന്നു. അമ്മയോട് ഈ കാര്യം എങ്ങനെ പറയും? അമ്മ ഇതറിഞ്ഞാൽ സഹിക്കുമോ? അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് പ്രകാശൻ്റെ നെഞ്ചുവേദന. ഈ സമയം കിരണും കല്യാണിയും സോണിയും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. അവന് കിട്ടേണ്ടത് കിട്ടി, കൃത്യസമയത്ത് തന്നെ കിട്ടി. അവനെ പോലുള്ളൊരുത്തനൊക്കെ ജീവപര്യന്തം ശിക്ഷിച്ച് തൂക്കുകയർ നേടിക്കൊടുക്കണം. അതായിരുന്നു കല്യാണി വേണ്ടത്. അതെ, പക്ഷേ അത് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ലല്ലോ കിരണേട്ട. എത്രയൊക്കെ ആയാലും എത്രയൊക്കെ ദുഷ്ടത്തരം ചെയ്താലും അവനെ ഒരുപാട് ലാളിച്ച് വളർത്തിയതല്ലേ. അപ്പം പിന്നെ അവനെ പോലുള്ളൊരു മോൻ ഇങ്ങനെ ജയിലിൽ കിടക്കുകയെന്നറിയുമ്പോൾ അയാൾക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്കറിയാം. പക്ഷെ എന്തായാലും ഇവിടെ വിക്രത്തിന് നല്ല ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവർക്കൊക്കെ ഇത് തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും ഇനി വിക്രത്തിന് പുറലോകം അത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. അവൻ്റെ അഹങ്കാരവും മോഷണവും എന്നുള്ള രീതികളും എല്ലാം അവസാനിപ്പിച്ചിട്ടേ അവനെ പോലീസുകാർ വെറുതെ വിടും. അതുകൊണ്ട് എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് മോഷ്ടിക്കുന്ന ഒരു രീതി പേടിയൊന്നും നമുക്ക് വേണ്ട. മോഷണം ഉണ്ടാവുമെന്നുള്ള ടെൻഷനും വേണ്ട. ലോകത്തിലെ അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ മോഷ്ടാവ് തന്നെയാണ് പിടിയിലായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കല്യാണിക്ക് ഒരു ഫോൺ കോൾ വരിക. കല്യാണി ഫോൺ എടുത്തു. ശരി ഞാൻ ഉടനെ എത്താം. എന്ത് പറ്റി കല്യാണി? എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ഹോസ്പിറ്റലിലായെന്ന്. വിക്രത്തിനെ കൊണ്ടുപോയതിൻ്റെ പിന്നാലെ നെഞ്ചുവേദന വന്ന് വീണു എന്നാണ് കേട്ടത്. ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരാം കിരണേട്ടാ. കല്യാണി നീ ഒറ്റയ്ക്ക് പോകണ്ട. ഇപ്പം തന്നെ അയാൾ നിന്നോട് ദേഷ്യമായിട്ടിരിക്കുമായിരിക്കും. അയാളുടെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യം മൂക്കറ്റം ഉണ്ടാവും. അതുകൊണ്ട് നീ പോയാൽ ശരിയാവില്ല. ഇല്ല കിരണേട്ടാ, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. സോണി, നീയും കാദംബരി ചേച്ചി എൻ്റെ കൂടെ വരണം. നമുക്ക് 3 പേരും കൂടെ ഒരുമിച്ച് പോവാം. ശരി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ പ്രകാശിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് കല്യാണിയുടെ കണ്ണൊന്ന് നിറഞ്ഞു. ഞാനൊരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല. പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ നിങ്ങളെ ഈ അവസ്ഥയിലാക്കി. കണ്ടില്ലേ കാലം എങ്ങനെയാണ് മാറിപ്പോയെന്ന്. ഒരു ദിവസം നിങ്ങളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്നെ ആ വീട്ടിൽ നിന്നും ഒഴിവാക്കാനായി നിങ്ങൾ പലതും ചെയ്തു. പക്ഷേ എന്തെങ്കിലും നടന്നോ? അതിൻ്റെ കാരണം എന്താ? എൻ്റെ സത്യസന്ധത, എൻ്റെ ഇത് എല്ലാം ദൈവത്തിന് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കെതിരായി തന്നെ തീരും. അപ്പോൾ സോണി, അതെ, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. ദേഷ്യം മുഴുവനും നിങ്ങളുടെ മകനോടാണ്. അവൻ ചെയ്തു കൂട്ടിയ ഓരോ തെറ്റുകളും ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും
മകൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മകളുടെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. ഇനിയെങ്കിലും കല്യാണിയെ കുറ്റപ്പെടുത്തുന്നൊന്ന് നിർത്ത്. കല്യാണിയെ കുറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ് കല്യാണിയെ ഓരോന്നും ചെയ്തതൊക്കെ നിർത്തി അവസാനിപ്പിച്ചാൽ അവസാന കാലത്ത് നിങ്ങൾക്ക് വെള്ളം തരാൻ നിങ്ങളുടെ 2 പെൺമക്കളുണ്ടാവും. അതല്ലെങ്കിൽ അവസാന കാലത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ മരിച്ചു കിടക്കേണ്ടി വരും, പുഴുവരിച്ച് ചാകേണ്ടി വരും എന്നൊക്കെ സോണി പറയുന്നത് കേട്ട് പ്രകാശൻ കല്യാണിയെ തുറിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.